നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ നടത്തിയ ആരോപണത്തിൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ഏതു തരത്തിലും മറുപടി പറയേണ്ട ബാധ്യതയുണ്ടാകുന്ന സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗണേഷ് കുമാറിന്റെ രാജി തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതിനുള്ള മറുപടി ഇന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കുകയാണ് മുന്നണികൾ. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നാളെ സംസ്ഥാനത്തെത്തുകയാണ്. 10,800 കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനത്ത്. അതോടെ BJP ഒരുപടി മുന്നോട്ടെത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് എന്ന് വേണം കരുതാൻ. എന്തായാലും സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ വെളിപ്പെടുത്തലിൽ വെട്ടിലായി സർക്കാർ. തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാരിനും മുന്നണിക്കും മേൽ സമ്മർദ്ദം. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ കണ്ടേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗവും മുഖ്യമന്ത്രിയുടെ തീരുമാനവും നിർണായകം. ഗണേഷ് കുമാർ പങ്കെടുക്കും. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് പട്ടിക അംഗീകരിച്ചാൽ ഒന്നാം ഘട്ട പ്രഖ്യാപനം ഉടനുണ്ടാകും. നേമത്ത് KS ശബരിനാഥ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. തിരുവനന്തപുരം മണ്ഡലം CP ജോണിന് തന്നെ നൽകാൻ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ. ഇറാനെതിരായ യുദ്ധം ഏറെക്കുറെ പൂർത്തിയായെന്ന് അമേരിക്ക. സൈനികപരമായി നോക്കിയാൽ ടെഹ്റാനിൽ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണെന്നും കടലിടുക്ക് US ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. SIR-ൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് നീക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഇന്ന് ചർച്ച. വിപ്പ് നൽകി BJPയും കോൺഗ്രസും. സ്പാർക്ക് ഡേറ്റ ചോർച്ചയിൽ വിവാദ ഹർജിയിൽ ഇന്ന് വിധി. ഹൈക്കോടതി പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെന്ന ഹർജിയിൽ. വിധി പ്രസ്താവം ഡിജിറ്റൽ ഡാറ്റ സുരക്ഷയിലും സർക്കാർ സന്ദേശങ്ങളുടെ കൈമാറ്റത്തിലും നിർണായകം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാരിനും മുന്നണിക്കും മേൽ വലിയ സമ്മർദ്ദമാണുള്ളത്. നിർണായക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇതിൽ നിർണായകമാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതിപക്ഷമാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പ്രതിപക്ഷത്തിന് അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കാൻ പല കാരണങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ട്. അൻഫ്രിഡ് ഡിസൂസയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അൻഫ്രിഡ് സൂചിപ്പിച്ച പോലെ വലിയ ആരോപണത്തിൽ സർക്കാർ പെടുന്ന ഒരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ സർക്കാരിന് തിരിച്ചടിയാവുന്ന പുതിയൊരു കാരണം കൂടി കിട്ടുകയാണ് കെ.ബി. ഗണേഷ് കുമാറിലൂടെ. ഗണേഷ് കുമാറിന്റെ ഒരു രാജി തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. മേലുള്ളത് ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ. കാരണം ഗണേഷ് കുമാർ കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സമാനമായി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി, ഗാർഹിക പീഡന പരാതി ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ കേരളത്തിൽ എത്രത്തോളം കൊടുമ്പിരി കൊണ്ടതാണ്. ഒടുവിൽ ഗണേഷ് കുമാറിന് മന്ത്രിപദം വിട്ട് ഒഴിയേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയും കേരള സമൂഹത്തിന് മുന്നിലുണ്ട്. ഏറെക്കുറെ സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ അടുക്കുക എന്ന് തന്നെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇടതുമുന്നണിയും CPM-ഉം സർക്കാരും ഒക്കെ തന്നെ നിരീക്ഷിക്കുന്നത്. കാരണം ഗണേഷ് കുമാറിനെതിരെ പരാതിയായി ഇതുവരെ ബിന്ദു മേനോൻ നൽകിയിട്ടില്ല എന്നത് ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ബിന്ദു മേനോന്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഗണേഷ് കുമാർ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ശ്രീലേഖയെ വിളിക്കുന്നു. ശ്രീലേഖ മുൻ DGP-ആണ്, ഉത്തരവാദിത്തമുള്ള ഒരു മുൻ പദവിയിലിരുന്നൊരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് അത് കുടുംബ ബന്ധുവാണ്, ഒരു ബന്ധുത്വത്തിന്റെ പേരിൽ വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ കൂടിയും ഈ ബിന്ദുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു ഫോൺ കോൾ എത്തിയിട്ടെങ്കിൽ, അതായത് മന്ത്രിയുടെ ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ തനിക്ക് നേരെ ഒരു ദേഹോപദ്രവം ഉണ്ടായി എന്നാണ്
മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇത് പോലീസിൽ പരാതിയായി വന്നിട്ടില്ല, പരാതിയായി പോയില്ല, പോലീസിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു പക്ഷേ ബിന്ദു മേനോൻ ഇന്നോ നാളെയോ പോലീസിൽ പരാതി നൽകുമോ എന്നത് ഏറ്റവും നിർണായകമായ ഒരു വിഷയം തന്നെയാണ്. പരാതി രേഖാമൂലം നൽകുകയാണെങ്കിൽ ഉറപ്പായും മന്ത്രിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ സർക്കാരിന്റെ മുന്നിലോ അല്ലെങ്കിൽ മുന്നണിയുടെ മുന്നിലോ ഉള്ളത് ഒരു പരാതി രേഖാമൂലം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം പരാതികളും തന്നെ ഗൗരവം തരമാണ് ഈ ബിന്ദു മേനോന്റെ വാക്കുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ തുടർ നടപടി ഗൗരവത്തോടെ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ന് ഏറ്റവും നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് രാവിലെ 10 മണിക്ക് ചേരും. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉണ്ടാകുമോ എന്നതിനപ്പുറത്തേക്ക് മന്ത്രി ഗണേഷ് കുമാർ ഈ വിവാദത്തിനിടെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാർ വാളകത്തെ വീട്ടിലാണ്. അവിടെ നിന്ന് നേരെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം KSRTCയുടെ ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ്. ആ പരിപാടി 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത്. അവിടെ അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് മാധ്യമങ്ങളോട് കാണുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരു അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ഗണേഷ് കുമാറിൻ്റെ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള കോളക്കം ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടി ആയതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് പരാതി അല്ലെങ്കിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഭാര്യ ഏറ്റവും ഗുരുതരമായ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ നൽകുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചില്ല? പോലീസ് പോലും ഇവിടെ വെട്ടിലായിരിക്കുകയാണ്. പോലീസിൽ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നടപടി ഉണ്ടായില്ല എന്നൊരു ആരോപണം ശക്തമാണ്. ഇത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഏറ്റവും വലിയൊരു ആയുധം. പ്രതിപക്ഷം ഈ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു ക്യാമ്പയിനൊക്കെയാണ് പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും, അതായത് ഗണേഷ് കുമാറിന്റെ വീട്ടിലും ഔദ്യോഗിക വസതിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മഹിളാ മോർച്ച, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വനിതാ സംരക്ഷണ സംഘടനകളൊക്കെ തന്നെയും ഈ പ്രതിഷേധത്തിന് മുൻകൈയെടുത്ത് തന്നെ രംഗത്തിറങ്ങി. ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനം നമ്മൾ പലയിടത്തും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം തലസ്ഥാനത്തൊക്കെ തന്നെ കണ്ടതാണ്. ആ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്താനായി പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുന്നത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഇന്നലെ മുതൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. കാരണം CPI പരസ്യമായാണ് CPIയുടെ MP സന്തോഷ് കുമാർ രംഗത്ത് വന്നത്. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം കടുത്ത വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുന്നണിയിൽ CPI വലിയ രീതിയിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. CPM-ൽ പോലും വിമർശനമുണ്ട്. മന്ത്രിസഭയിൽ മന്ത്രിമാർക്കിടയിൽ എന്തൊരു നിലപാട് സ്വീകരിക്കുക, ഇതിലൊക്കെ തന്നെ അന്തിമ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. ഒരു രാജിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുമോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുകയില്ല. പക്ഷേ അത്രമേൽ സമ്മർദ്ദം സർക്കാരിന് മേലും CPM-ന് മേലും മുന്നണിക്ക് മേലും ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനൻ ഒരു പരാതിയുമായി പോലീസിനെ സമീപിക്കുകയോ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി എത്തുകയോ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പത്തിലാകുമെന്ന കാര്യത്തിൽ. ശരി ആൻഫ്രിഡ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൻഫ്രിഡ് സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമൊക്കെയായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളൊക്കെ അവരുടെ ദേശീയ നേതൃത്വവുമായൊക്കെ ആശയവിനിമയം നടത്തുന്ന സമയമാണ്. കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത പട്ടിക അംഗീകരിച്ചാൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും. ഒപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. അതിൽ നേമത്ത് KS ശബരിനാഥനാണ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് എന്നതും തിരുവനന്തപുരത്ത് CP ജോൺ ആണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ കൂടി. അതെ, ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിലേക്ക് എത്തുന്നു. അതായത് 3 മുന്നണികളും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്, പ്രചാരണത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പലയിടത്തുമൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് ചുമരെഴുത്തും സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഒരു ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ ഒരു ഘട്ടത്തിലേക്കാണ് 3 മുന്നണികളും എത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും രാവിലെയോടുകൂടി ഡൽഹിക്ക് അവർ പുറപ്പെടുകയാണ്. 8-9 മണിയാകുമ്പോൾ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പ്രതിപക്ഷ നേതാവ് കോഴിക്കോടാണുള്ളത്. അദ്ദേഹം കോഴിക്കോട് നിന്ന് 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും എത്തുന്നുണ്ട്. കാരണം നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം, കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ചേരുകയാണ്. ഇതിപ്പോൾ ഈ പട്ടികയുമായാണ് പോകുന്നത്. മുഴുവൻ മണ്ഡലങ്ങളിൽ, അതായത് 86 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ ഏറെക്കുറെ മുഴുവൻ മണ്ഡലങ്ങളുടെയും പട്ടികയുമായാണ് പോകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി ആ പട്ടിക ഇന്ന് പരിശോധിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനം ഏറെക്കുറെ 1ാം ഘട്ട പ്രഖ്യാപനം
പ്രഖ്യാപനമേ ഉണ്ടാവുകയുള്ളൂ. 40ഓളം ആദ്യഘട്ടത്തിൽ 40ഓളം സ്ഥാനാർത്ഥികളുടെ ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാവുക. 2 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ട പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. കാരണം ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നു. ഈ പട്ടിക സംസ്ഥാന നേതാക്കൾ കൊണ്ടുപോകുന്ന പട്ടികയിൽ ഒരിക്കൽ കൂടി ഒരു പുനഃപരിശോധന നടത്തുന്നു. അതിനുശേഷം നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും കോൺഗ്രസിന്റെ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇതിനൊരു അന്തിമ തീരുമാനമാവുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒരു പ്രഖ്യാപനം, ഏറെക്കുറെ നാളെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ തർക്കങ്ങളില്ല, ചിലയിടത്ത് മാത്രമേ തർക്കങ്ങളുള്ളൂ. സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ തർക്കങ്ങളില്ല. അതേസമയം പാലക്കാട്, തൃപ്പൂണിത്തുറ ഈ 2 മണ്ഡലങ്ങളും ഈ 1ാം ഘട്ട പട്ടികയിൽ ഉണ്ടാകില്ല എന്ന ചില സൂചനകളും വരുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള പ്രമുഖ നേതാക്കളുടെ ഇപ്പോൾ കെ മുരളീധരൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ പട്ടികൾക്ക് വലിയ തർക്കങ്ങളൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. നിയമം എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ളത്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയപരാജയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആശ്രയിച്ചായിരിക്കും 3 മുന്നണികളുടെ ജയപരാജയ സാധ്യതകളൊക്കെ തീരുമാനിക്കുക. KS ശബരിനാഥ്, ആ പട്ടികയിൽ 3 പേരുണ്ട്. അതിൽ 1ാം സ്ഥാനത്തുള്ളത് KS ശബരിനാഥിന്റെ പേര് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് വിവരം. KS ശബരിനാഥിന്റെ സന്നദ്ധനാണോ അല്ലെങ്കിൽ എന്നൊരു ചോദ്യം വരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ KS ശബരിനാഥിൽ തന്നെയാകും സാധ്യത നേമത്തു. ഒപ്പം തിരുവനന്തപുരം സീറ്റ് ഘടകകക്ഷിക്ക് നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതിനെതിരെ CMPക്ക് നൽകാൻ വേണ്ടിയിട്ട് CP ജോൺ ഏറ്റവും വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ആ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അദ്ദേഹത്തിന് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നതിന് തിരുവനന്തപുരത്ത് വലിയ രീതിയിലാണ് DCCയിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ പലരും രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് VA ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ തിരുവനന്തപുരം സീറ്റിലാണ് കണ്ണുവച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കാതെ പ്രതിഷേധങ്ങൾക്ക് വലിയ കാര്യമാക്കേണ്ടതിനാണ് KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ CMPക്ക് തന്നെ CP ജോൺ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും. പക്ഷേ ഈ പട്ടികകൾക്ക് ഒരു അന്തിമ രൂപം അംഗീകാരം നൽകണമെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ഒന്നുകൂടി ഡൽഹിയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. പല മണ്ഡലങ്ങളിലും ഉള്ളതിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഒരു പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അഖില. ശരി, അൻഫ്രഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അതിവേഗം വരാനുള്ള ഒരു സാധ്യത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വേഗം പ്രവർത്തനങ്ങളിലേക്ക് കടന്നതാണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി BJPയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിനായി BJP സംസ്ഥാന നേതൃത്വം ഡൽഹിയിലെത്തിയിരുന്നു. ദേശീയ നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തിയിട്ടുണ്ട്. JP നദ്ദയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ സാധ്യതാ പട്ടിക ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അന്തിമ തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടാകും എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തുകയാണ്. NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം വിവിധ പരിപാടികളിലാണ് മോദി പങ്കെടുക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക. അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിലും മോദി പങ്കെടുക്കുകയാണ്. അശ്വതിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അശ്വതി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പടി എന്നുള്ള തലത്തിൽ തന്നെ ഒരു പടി മുന്നേ പ്രധാനമന്ത്രി തന്നെ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം, വലിയ വികസന പദ്ധതികളൊക്കെ പ്രധാനമന്ത്രി തുറക്കം കുറിക്കാനും കൂടി പോവുകയാണ് രാജ്യത്തിൻ്റെ. അഖില, തീർച്ചയായും ഇത് വലിയൊരു തുടക്കം NDAക്ക് ലഭിച്ചിരിക്കുന്നു, BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ എത്തുന്നു, അതിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ 11:30 അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക. 2 പരിപാടികളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ, അത് മറൈൻ ഡ്രൈവിലാണ്. അവിടെ ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം കലൂർ സ്റ്റേഡിയത്തിനുള്ളിലെ വേദിയിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്ര പദ്ധതികൾ, അത് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, വലിയ ഒരു റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് ഷോയിൽ നിരവധി ആളുകൾ, 1,00,000-ഓളം 10,000-ഓളം ആളുകൾ
ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെ നേരത്തെ തിരുവനന്തപുരത്ത് അതുപോലെ ഇതിനു മുൻപ് കൊച്ചിയിൽ തേവരയിലൊക്കെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു റോഡ് ഷോ അത് കൃത്യമായി അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് നേട്ടമാകും എന്നാണ് അവരുടെ പ്രതീക്ഷ. അതിനുശേഷമുള്ളതാണ് NDA നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അതിലാണ് ഏകദേശം 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കും. അത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് അത് നടക്കുന്നത്. അതിൽ ആ പരിപാടിയിലായിരിക്കും NDAയുടെ പ്രകടന പത്രിക അടക്കം പുറത്തിറക്കുക. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒക്കെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ വരവിനോട് അനുബന്ധിച്ച വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്. 6 SP-മാർ, 26 DYSP-മാർ, അതുപോലെ തന്നെ 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെയാണ് ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് കൊച്ചി നഗരത്തിൽ മൊത്തത്തിൽ ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. അതിന്റെ തലവനാണ് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ അദ്ദേഹത്തിന്റെ യോഗത്തിൽ എടുത്തിരുന്നു. എന്തായാലും നാളെ 11:45 അദ്ദേഹം വിമാനത്താവളത്തിൽ വരിക. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നേവൽ ബേസിലേക്ക് എത്തും, മറൈൻ ഡ്രൈവിന്റെ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നാണ് മറൈൻ ഡ്രൈവിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കമുണ്ട്. ദേശീയപാതയിലൊക്കെ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ നാളെ ഇന്നു മുതൽ തന്നെ സുരക്ഷാ നിരീക്ഷണങ്ങൾ ഉണ്ട്. നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് NDAക്ക് സാധിച്ചു എന്നത് അത് NDA സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അഖില, ശരി, അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇനി പ്രധാനമന്ത്രിയുടെ വരവിനായിട്ടാണ് NDA ക്യാമ്പ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒപ്പം വളരെ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടായേക്കും. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ഇന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. CC മുകുന്ദൻ MLA വിഷയവും ചർച്ചയാകും. ഹരീഷാണ് വിശദാംശങ്ങൾ നൽകുക. ഹരീഷ്, CPIയെ സംബന്ധിച്ച് ഒരു ഊരാക്കുടുക്കായി മാറുകയാണ് CC മുകുന്ദൻ എന്നുള്ളതാണ് ശരിക്കും തൃശ്ശൂരിലെ നാട്ടികയിൽ നിന്ന് വരുന്ന വിവരം. എങ്ങനെയാണൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള മുകുന്ദന്റെ തീരുമാനത്തെ മാറ്റാൻ ഇന്ന് ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിന് കഴിയുമോ? മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാവുമല്ലോ നടക്കുക? തീർച്ചയായും 2 പ്രധാന കാര്യങ്ങളായിരിക്കും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാവുക. അതായത് ഒന്ന്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട, അതായത് ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആരൊക്കെ ആവണം സ്ഥാനാർത്ഥി എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാകും. മറ്റൊരു പ്രധാന കാര്യമാണ് ഈ CC മുകുന്ദൻ MLAയുടെ വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് CC മുകുന്ദന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം കൃത്യമായ രീതിയിൽ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതാണ്. തന്റെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് UDFുമായി ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അടക്കം ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം മറ്റ് പാർട്ടികളിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഉറച്ച ഒരു ഇടതുപക്ഷ നിലപാടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് സ്ഥാനത്തിന് വേണ്ടി പോകുമെന്ന് ില്ല. അദ്ദേഹവുമായി സംസാരിക്കാം അല്ലെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അടക്കം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ഈ ഒരു യോഗത്തിൽ കൃത്യമായ രീതിയിലുള്ള ചർച്ച നടത്താനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം CC മുകുന്ദൻ MLA പറഞ്ഞത് ഇത് ഒരു സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണ്, പേയ്മെന്റിലൂടെയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ് ഗീതാ ഗോപിയെ കുറിച്ച് ഉന്നയിച്ചത്. മാത്രമല്ല BJPയുമായി സഹകരിക്കാൻ തനിക്ക് താല്പര്യമില്ല, കോൺഗ്രസ് തന്നെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ CPIയോടുള്ള ഒരു എതിർപ്പ് കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചത് എന്നാണ് CC മുകുന്ദൻ MLA കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കണമെന്നുള്ളൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുന്നത്.
കോൺഗ്രസ് ഈ ഒരു അവസരം കൃത്യമായി മുതലെടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വങ്ങളും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. ജോസ് പിള്ളേരടക്കം ജില്ലാ നേതൃത്വത്തിലെ ജോസ് വള്ളൂരടക്കം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കാമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹവും പ്രകടിപ്പിച്ചത്. പക്ഷേ CPIയെ സംബന്ധിച്ച ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം വലിയ സമുന്നതനായ ഒരു നേതാവ് കൂടിയാണ്, MLA കൂടിയാണ് CC മുകുന്ദൻ. അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ടുപോകാതെ അദ്ദേഹത്തെ പിടിച്ച് നിർത്താൻ വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച അനുനയ ചർച്ചകളെല്ലാം തന്നെ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു യോഗം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും CPIയെ സംബന്ധിച്ച വലിയ രീതിയിൽ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് കൂടി മറ്റ് ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. ആ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മറ്റ് ഒരു പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥി നിൽക്കുമെന്ന് പറയുന്നത് പാർട്ടി പ്രതിസന്ധിയിലാക്കുകയാണ്. ശരി, ഏതായാലും ജില്ലാ എക്സിക്യൂട്ടീവും ചേരുകയാണ്. CPIയുടെ കൂടുതൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകും. ഒപ്പം CC മുകുന്ദൻ വിഷയത്തിൽ എന്ത് നീക്കങ്ങളാണ് നടത്തുക എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. റോഷി അഗസ്റ്റ്യനും A രാജയും വീണ്ടും ജനവിധി തേടുമ്പോൾ MM മണി ഇത്തവണ മത്സരരംഗത്തില്ല. ഇടുക്കിയിൽ 5-ൽ 4 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥികളായി. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ വീണ്ടും ജനവിധി തേടും. ഇവിടെ റോഷിയുടെ 6ാം മത്സരമാണിത്. ദേവികുളത്ത് A രാജ 2ാം അംഗത്തിനിറങ്ങുമ്പോൾ ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ മത്സരിക്കും. MM മണിയുടെ പേരാണ് ജില്ലാ കമ്മിറ്റി നൽകിയിരുന്നതെങ്കിലും സംസ്ഥാന കമ്മിറ്റി ഈ നിർദ്ദേശം തള്ളി. KK ജയചന്ദ്രൻ മുൻപ് 3 തവണ ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പീരുമേട്ടിൽ CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ മത്സരിക്കും. കഴിഞ്ഞ 4 തവണയായി CPI സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന മണ്ഡലമാണ് പീരുമേട്. തൊടുപുഴ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. ഇടതുമുന്നണി 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയെങ്കിലും UDFൽ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. എല്ലാ മണ്ഡലങ്ങളിലും 5 പേരുടെ വീതം പേരുകളാണ് പാനലിൽ ഉള്ളത്. അടുത്തയാഴ്ചയോടെ UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, ഇടുക്കി. ഡേറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇന്ന് എത്തുകയാണ്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ സ്പാർക്കിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയതിൽ സ്വകാര്യതാ ലംഘനം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സന്ദേശം അയച്ചത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് എന്നാണ് ഹർജിക്കാരുടെ വാദം. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഡേറ്റാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. അതിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു വിധി പറയാൻ പോകുന്നത്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ വിധിയിൽ? അഖില, സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ആദ്യം സന്ദേശമായി എത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിലാണ്. ഇത് ചോദ്യം ചെയ്ത് 2 സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കൊടുക്കുന്ന സ്വകാര്യ ഫോൺ നമ്പറുകൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. ഇത് 2ാമത്തെ ഘട്ടത്തിൽ ഇത് വില്ലേജ് ഓഫീസുകളിലും അല്ലെങ്കിൽ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ നൽകുന്ന ആ നമ്പറുകളും ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു ആരോപണം. അതിലും ഹൈക്കോടതി വലിയ ഒരു ഗൗരവം ഉള്ള കാര്യമാണെന്നുള്ള രീതിയിൽ അതിർത്തി പ്രകടിപ്പിച്ചു. അതിനുശേഷം ഈ ഡാറ്റ അല്ലെങ്കിൽ ഇതുപോലെ സന്ദേശങ്ങൾ അയക്കുന്നത് വിലക്കുകയും ചെയ്തു. സർക്കാർ ചെയ്തത് ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണെന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയും നിലപാടെടുത്തത്. ഇതേ തുടർന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുത്ത് അതിൽ സഹായം ചെയ്തവർക്ക് സന്ദേശം അയക്കാൻ അനുവാദം തേടിയ ഉപഹർജി ഹൈക്കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുകയുണ്ടായി. ഈ ഹർജിയുടെ വാദത്തിനിടെയാണ് പൂർണ്ണമായും ഹർജി വാദം കേട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ഏതായാലും സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി ഇക്കാര്യത്തിൽ സർക്കാരിന് ഇതിനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഡാറ്റ ദുരുപയോഗം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിച്ചാണ് ഇത്തരത്തിലുള്ള സന്ദേശം അയച്ചത്. ഇത് സർക്കാരിന്റെ കടമയും അവകാശവുമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഏതായാലും വിശദമായ വാദത്തിന് ശേഷം ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. സ്വകാര്യതാ ലംഘനം ഹൈക്കോടതി ഏതായാലും അത് പ്രോത്സാഹിപ്പിക്കുന്നിൽ അനുവാദമില്ലാതെ സന്ദേശങ്ങൾ അയച്ചത് അത് സ്പാർക്കിൽ നിന്നുള്ള ഡാറ്റ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ള ഒരു ഹൈക്കോടതി അക്കാര്യം വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനെതിരെ അതായത് അത്തരത്തിൽ ഉപയോഗിക്കരുത് എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി വാദത്തിനിടയിലൊക്കെ പ്രകടിപ്പിച്ച ഒരു വികാരം തന്നെ. എന്തായാലും ഇന്നിപ്പോൾ ഇതിന്റെ അന്തിമ വിധി വരികയാണ്.
സാധിക്കില്ല. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിൽ പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ KSU പ്രവർത്തകരുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രവർത്തകരെ റെയിൽവേ സ്റ്റേഷനിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം ഉണ്ടായത് കരിങ്കൊടി പ്രതിഷേധം മാത്രമാണെന്നും ഉപയോഗിച്ചുവെന്ന് പറയുന്ന ആയുധം കണ്ടെത്താനോ വീണ്ടെടുക്കാനോ സാധിച്ചില്ല എന്നും സാധൂകരിക്കുന്ന ദൃശ്യങ്ങളില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി പരിഗണിച്ച കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അടിസ്ഥാന വികസന രംഗത്ത് കിഫ്ബിയിലൂടെ ഉണ്ടായ മാറ്റങ്ങളുടെ നേർചിത്രം കാണാൻ കഴിയുന്ന മണ്ഡലമാണ് വൈപ്പിൻ. പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെയായി കോടികളുടെ വികസനമാണ് മണ്ഡലത്തിലേക്ക് എത്തിയത്. സംസ്ഥാനത്താകെ പശ്ചാത്തല വികസനത്തിന് പുതിയ മുഖം നൽകിയിട്ടുണ്ട് കിഫ്ബി. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിലും അത് കാണാം. 2 പിണറായി സർക്കാരുകളുടെ കാലത്ത് 1 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് പദ്ധതി വഴി സംസ്ഥാനത്ത് നടപ്പിലായതെന്നാണ് MLA-മാർ തന്നെ പറയുന്നത്. വൈപ്പിൻ മണ്ഡലത്തിലും സമാനതകളില്ലാത്ത വികസനമാണ് നടന്നിരിക്കുന്നത്. 143 കോടി 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന അഴീക്കോട് മുനമ്പം പാലം തന്നെയാണ് വൈപ്പിന്റെ വികസനത്തിന്റെ മുഖമുദ്ര. മറ്റ് 140 മണ്ഡലങ്ങളിൽ എന്ന പോലെ തന്നെ വൈപ്പിനിലും ധാരാളം പ്രവർത്തനങ്ങൾ കിഫ്ബി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിലേറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ അഴീക്കോട് മുനമ്പം പാലം. 143 കോടി 15 ലക്ഷം രൂപയുടെ പദ്ധതിയാണത്. നമ്മുടെ ഉത്തര കേരളത്തെയും ദക്ഷിണ കേരളത്തെയും ബന്ധിപ്പിക്കുന്നതിലൊരു നിർണായകമായ പാലമാണത്. അതിമനോഹരമായിട്ടുള്ള ആ പാലം മെയ് മാസത്തിൽ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീരദേശ ഹൈവേയുടെ നല്ലൊരു ശതമാനവും വൈപ്പിൻ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് കിഫ്ബിയിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. തീരദേശ റോഡ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ ഒരു സ്റ്റാർ പ്രോജക്റ്റാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ റോഡ്. ആ തീരദേശ റോഡ് 25 കിലോമീറ്റർ കടന്നു പോകുന്നത് വൈപ്പിൻ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയാണ്. അത് ഏതാണ്ട് സ്ഥലമെടുപ്പിന് മാത്രം 795 കോടി രൂപയാണ് നമ്മുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചിലവാകുന്ന തുക. വൈപ്പിൻകരയിൽ മാത്രം സെക്കൻഡ് റീച്ചിൽ 795 കോടി രൂപയാണ്. 238 കോടി 67 ലക്ഷം രൂപ നമ്മുടെ സ്ഥലമെടുപ്പിനും അതുപോലുള്ള നഷ്ടപരിഹാരത്തിനുമൊക്കെയായി ചെലവഴിക്കുകയാണ്. ഏതാണ്ട് 1000-ഓളം വരുന്ന ഭൂവുടമകളുടെ ഭൂമിയാണ് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അതിൽ ചമയങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കണക്കാക്കി നഷ്ടപരിഹാരം നൽകേണ്ട ആളുകളുടെ എണ്ണം 458ആണ്. ആ 458 ആളുകളെ ഹിയർ ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 പേരെ ഹിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗമാണ് തീരദേശ റോഡിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 1ാമത്തെ റീച്ചും 2ാമത്തെ റീച്ചും തമ്മിൽ ബന്ധിക്കുന്ന. നമ്മുടെ ജില്ലയിലെ 1ാമത്തെ റീച്ച് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയാണ്. ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ അഴിമുഖമാണ്, കപ്പൽ ചാലാണ്. അപ്പോൾ ആ കപ്പൽ ചാലിൻ്റെ അവിടെ തീരദേശ റോഡ് മുറിഞ്ഞു പോകാതിരിക്കാൻ വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഭാഗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കടലിനടിയിലൂടെയുള്ളൊരു തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. സർക്കാർ ആ നിർദ്ദേശം, എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളുണ്ട്, എൻ്റെ നിവേദനമുണ്ട്. ഗവൺമെൻറ് അത് തള്ളിക്കളഞ്ഞില്ല. മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും എല്ലാറ്റിനും അതിൻ്റെ സാധ്യതാ പഠനം നടത്തുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗതാഗത വകുപ്പ് കേരയിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് താല്പര്യപത്രം ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയായിരിക്കും അത് പൂർത്തീകരിക്കുമ്പോൾ. 2762 കോടി രൂപ ചെലവ് വരുന്ന ഒരു മഹത്തായ പദ്ധതിയാണ്. അത് നടപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു പദ്ധതി കൂടിയായി അത് മാറും.
നായരമ്പലം ഫിഷ് മാർക്കറ്റ് നമ്മുടെ തീരദേശ വികസന അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്. 2,76,00,000 രൂപ മുടക്കിക്കൊണ്ടാണത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ബഹുമാന്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. നായരമ്പലം ഹെർബർട്ട് പാലം വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ളൊരു പാലമാണ്. നായരമ്പലം പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. അവിടെ 10,40,00,000 രൂപയുടെ പദ്ധതി KRFB ആണ് അതിൻ്റെ നിർവഹണ ഏജൻസി. അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് ലാൻഡ് അക്വിസിഷൻ നടപടികളെല്ലാം പൂർണ്ണതയിലേക്ക് എത്തി അവർക്ക് നഷ്ടപ്രതിഫലം നൽകുന്ന പ്രക്രിയ തുടരുകയാണ്. അതിവേഗം ഹെർബർട്ട് പാലത്തിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് അത് നീങ്ങുന്നതാണ്. മറ്റൊന്ന് പിഴല കടമക്കുടി ഭാഗത്തുള്ള പാലമാണ്. 43,88,00,000 രൂപയാണ്. KRFB ആണ് നിർവഹണ ഏജൻസി. വലിയ കടമക്കുടിയും പിഴലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാലമാണത്. അവിടെ തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോ ജെട്ടിയും ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് നിൽക്കുന്നത്. വിനോദസഞ്ചാര രംഗത്ത് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന മണ്ഡലം കൂടിയാണ് വൈപ്പിൻ. കുഴിപ്പള്ളി ബീച്ചും കടമക്കുടിയുമെല്ലാം മണ്ഡലത്തിലെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന നമ്മുടെ ഭൂമിയിലെ സ്വർഗമെന്നോ സ്വർഗത്തിൻ്റെ താഴ്വര എന്നെല്ലാം വളരെ കാൽപ്പനികമായി ഇന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരിടമാണ് കടമക്കുടി. അതുകൊണ്ടാണ് കടമക്കുടിയുടെ സ്വച്ഛമായ അതിൻ്റെ പ്രകൃതി ഭംഗി, പൊക്കാളിപ്പാടങ്ങളുടെ സാന്നിധ്യം, മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള ധാരാളം പക്ഷികൾ ചേക്കേറുന്നൊരു സ്ഥലമെന്ന നിലയിലെല്ലാം മനോഹരമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് കടമക്കുടി കാഴ്ചകൾ എന്ന പേരിൽ ഒരു പ്രത്യേക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കടമക്കുടിയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. KSRTC ബജറ്റ് ടൂറിസം പദ്ധതി വൈപ്പിൻ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് കടമക്കുടി കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ, കടമക്കുടിയുടെ ടൂറിസം വികസനത്തിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മൾ അടുത്ത കാലത്ത് കടമക്കുടിക്ക് വേണ്ടി തയ്യാറാക്കി വരികയാണ്. 8 കോടി രൂപയുടെ ഒരു ടൂറിസം പദ്ധതിയും 10 കേന്ദ്രങ്ങളിലായി ഇപ്പോൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ കടമക്കുടിയുടെ പ്രാധാന്യത്തിനനുസരിച്ച് സ്വാഭാവികമായും ഈ കടമക്കുടിയിൽ നിന്നും പിഴലയിലേക്കുള്ള നമ്മുടെ ഗ്രാമീണ സൗന്ദര്യം സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയത്തക്ക തരത്തിൽ ഉള്ളൊരു ആക്സസ് ആയിരിക്കും ഈ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ള പാലം നിർമ്മാണം. അതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജിഡയാണ് പ്രധാനമായും അതിൻ്റെ മറ്റ് സഹായങ്ങൾ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെല്ലാം പുരോഗമിച്ചു വരികയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗവൺമെൻറ് HSS എളങ്കുന്നപ്പുഴ 1,30,00,000 രൂപ മുടക്കി കിലയായിരുന്നു നിർവഹണ ഏജൻസി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് നമ്മളത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് ഗവൺമെൻറ് ഹൈസ്കൂള് കടമക്കുടി 99,00,000 രൂപയാണ്. കിലയായിരുന്നു നിർവഹണ ഏജൻസി. അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഞാറക്കൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി, അവിടെ ഒരു ഐസൊലേഷൻ വാർഡ്, അത് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി നടന്നു വരികയാണ്. ഞാറക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നേരത്തെ തന്നെ 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടം പണിയുന്നതിനെല്ലാം വേണ്ടി അവിടെ തീർത്തിട്ടുണ്ടായിരുന്നു. ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്ഗ്രഡേഷനുമായി ബന്ധപ്പെട്ടാണ് ആ തുക കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി കടമക്കുടിയിൽ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് 12 കോടി രൂപയുടെ പദ്ധതി കുടിവെള്ള വിതരണം ശക്തിപ്പെടുത്താൻ വേണ്ടി അവിടെ ചെലവഴിക്കുകയുണ്ടായി. കുഴിപ്പള്ളി രജിസ്ട്രാർ ഓഫീസ്, അതിന് പുതിയ കെട്ടിടം 1,50,00,000 രൂപ മുടക്കിയാണ് അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് സമീപകാലത്ത് നമ്മളത് ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ വികസനം എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ റോഡുകളൊക്കെ മുമ്പ് തന്നെ നന്നായിട്ടുണ്ട്. കുഴികളില്ല, നല്ല ടാറിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിപ്പോൾ 10 കൊല്ലമോ അല്ല 15 കൊല്ലമായി അത് ടാറിങ് തുടങ്ങിയിട്ട്. ഈ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് തക്കമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല. പിന്നെ ഒരു വാട്ടർ ടാങ്ക് പണിതിട്ടുണ്ട്. അതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ജലക്ഷാമം പരിഹരിക്കും.
പിന്നെ വേലിയേറ്റ പ്രശ്നം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കിഫ്ബി എന്ന് പറയുന്ന ഈ ഏജൻസി വഴി കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ തന്നെ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. വൈപ്പിൻകരയുടെ വികസന മുന്നേറ്റ ചരിത്രത്തിൽ തീർച്ചയായും ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് നമ്മുടെ കിഫ്ബി പ്രോജക്റ്റുകൾ എന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷ ബഹളത്താൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യതയാണുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം, ഊർജ്ജ പ്രതിസന്ധി, വിലവർദ്ധനവ് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. അതേസമയം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഇന്ന് ചർച്ച ആരംഭിക്കും. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭയിലൊക്കെ കണ്ടതാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രി എസ് ജയശങ്കർ വിശദീകരിച്ചപ്പോൾ പോലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. ഇനി ആ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണല്ലോ തീരുമാനം. കഴിഞ്ഞ സഭാകാലത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ. ഒപ്പം ഈ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസ് കൂടി ചർച്ചയ്ക്ക് വരുമ്പോൾ പാർലമെന്റ് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാകുമെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടവും ആദ്യഘട്ടത്തിന് സമാനമായി പ്രതിപക്ഷ ബഹളത്തിലും പ്രതിപക്ഷ പ്രതിഷേധവും കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും പാർലമെന്റിന്റെ പുറത്ത് പാർലമെന്റിന്റെ കവാടത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. പ്രതിപക്ഷം നിലവിൽ ആവശ്യപ്പെടുന്നത് പശ്ചിമേഷ്യൻ സംഘർഷം, ഊർജ്ജ പ്രതിസന്ധി, രാജ്യത്തെ ഗ്യാസ് വില വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ചയായി പാർലമെന്റിൽ നടത്തണം എന്നുള്ളതാണ് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ചിരുന്നു. ആ സമയത്തും പ്രതിപക്ഷ ബഹളം ശക്തമായിരുന്നു. കൂടാതെ ഇന്നലെ ലോക്സഭയിൽ 12 മണിക്ക് ശേഷം തീരുമാനിച്ചിരുന്നത് സ്പീക്കറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നൽകിയിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ്. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ ബഹളം കാരണം ആ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ സാധിച്ചില്ല. 10 മണിക്കൂർ ചർച്ച അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ സ്പീക്കറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. പക്ഷെ അതിനും പ്രതിപക്ഷത്തിന്റെ സഹകരണം ആവശ്യമാണ്. ആ വിഷയത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെങ്കിൽ ഇന്നും അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നതനുസരിച്ചിരിക്കും ഇന്നും പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലെയും നടപടികൾ. ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടത്തിലും അത് ബജറ്റിന്മേലുള്ള ചർച്ചയാണെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലുമെല്ലാം തന്നെ പ്രതിപക്ഷ ബഹളം രൂക്ഷമായിരുന്നു. അഖില. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ തലമുറയിലെ കുട്ടികൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അവരുടെ ഇനിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നിലവിലെ സർക്കാർ നടത്തിയ വികസനങ്ങൾ തുടരണമെന്നാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. ഈ ഭരണം മാറിയാൽ പോലും ഇതേ വികസനങ്ങൾ തുടരാൻ കഴിയണം. വികസനത്തിനൊപ്പം കൈകോർക്കുകയാണ് പുതുതലമുറ. ആലപ്പുഴയിലെ ഒരു ക്യാമ്പസിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അജയ് നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമിറങ്ങുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികളെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ പുതുതലമുറയ്ക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണല്ലോ, നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഉള്ളൊരു സർക്കാരിൻ്റെ നയങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള എന്തെല്ലാം രീതിയിലുള്ള മികവും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ വന്നേക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും ജനങ്ങളുടെ വോട്ട് പോകുന്നതെന്നാണ് ഒരു പ്രതീക്ഷ. ഒരു മാറ്റം ഉണ്ടായേക്കാം. എന്നാലും ഒരു നല്ല രീതിയിലൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ജനങ്ങൾ അവർക്ക് കിട്ടിയതിനനുസരിച്ച് തന്നെ വോട്ടുകൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതലമുറ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഈ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സർക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ തലമുറയ്ക്ക് ആ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ സർക്കാർ തന്നെ തുടരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണാൻ എന്തോരം മാറ്റങ്ങളാണ് സ്കൂളിലും കോളേജിലും ഈ സർക്കാർ വന്നതോടെ മാറിയെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ സർക്കാർ തന്നെ ഇനിയും മൂന്നാമത് തുടരണമെന്നാണ് ഒരു ആഗ്രഹം. ഒരു മാറ്റം വേണമെന്ന് പുതുതലമുറയ്ക്ക് ആഗ്രഹമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഈ 10 വർഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ അതിപ്പോൾ പുതിയ ആളാണ് വരുന്നതെങ്കിൽ അത് തുടരുമോന്നോ അത് അവിടെ കൊണ്ട് നിൽക്കുമോന്നോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ തുടരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇപ്പോൾ ഡിഗ്രി വരെ നമുക്ക് സൗജന്യമാക്കി മാറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ തലമുറയ്ക്ക് ഈ ജോലി സാധ്യത അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പഠനം കഴിഞ്ഞിറങ്ങിയാൽ ആ ഒരു സ്പേസ് സർക്കാർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ഭാവിക്ക് ഉതകുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം സർക്കാരിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PSC നിയമനങ്ങൾ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനമെന്ന് നീതി ആയോഗിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ വഴി യുവാക്കൾക്ക് ജോലി കൊടുത്തൊരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ്. അപ്പോഴത്തേക്ക് ഈ ഗവൺമെൻറ് തുടരുക എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാവുമോ? സർക്കാർ മാറുമോ അതോ പുതിയ സർക്കാർ വരുമോ? എന്താണ് അഭിപ്രായം? എനിക്കറിയത്തില്ല. ചിലപ്പോൾ മാറ്റം വരാം, മാറ്റം വരാതിരിക്കാം. പേഴ്സണലി എനിക്കിതിനെക്കുറിച്ച് അധികം ഒപ്പീനിയൻ ഇല്ല. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണിയിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? കഴിഞ്ഞ ദിവസത്തെ ഒരു രീതിയിൽ തന്നെ ആകുമോ വിപണി പോവുക? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. യുദ്ധമുണ്ടാക്കിയിട്ടുള്ള ആശങ്കയിൽ അതിവിൽപ്പനയിലായിരുന്ന വിപണിയിൽ ഈ ഒരു നിലവാരത്തിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിക്കാറായി എന്നുള്ള ഒരു സന്ദേശം നൽകിയതും ഏതെങ്കിലും തരത്തിൽ യുദ്ധം തീർന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണവും വിപണിയിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെ കരുതുന്നത്. മാത്രമല്ല ഇന്നലെ എണ്ണവില ബാരലിന് $120 വരെ എണ്ണവില എത്തിയിരുന്നെങ്കിൽ കൂടി വ്യാപാരം അവസാനിക്കുമ്പോൾ $89 എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് രണ്ടും കാണിക്കുന്നത് ഒരു പക്ഷേ വിപണിയിൽ ഒരു സ്ഥിരത കൈവരിച്ചേക്കുമെന്നും ഈ ഒരു നിലവാരത്തിൽ നിന്നും തിരിച്ചുകയറ്റം ഉണ്ടായേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. 24,000 എന്ന നിലവാരത്തിന് താഴേക്ക് മുൻനിര സൂചികയായി നിഫ്റ്റി നീങ്ങിയിരുന്നെങ്കിൽ കൂടി ആ ഒരു നിലവാരത്തിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും നേരിയ തോതിലെങ്കിലും ഒരു നിക്ഷേപ താല്പര്യം ഈ ഒരു താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപകർ എടുത്തേക്കുമെന്ന് ആണ് കരുതുന്നത്. നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ ഇടപെടുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാണ്ട് 6,000 കോടി രൂപയുടെ വിൽപ്പനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ 9,000 കോടിയോളം രൂപ വരുന്ന ഒരു നിക്ഷേപം വിപണിയെ മുന്നോട്ട് വിപണിയിൽ ഒരു പ്രതിരോധം താഴ്ചയിൽ നിന്നുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സഹായമാവുകയും ചെയ്തു. എന്നാൽ ചെറുകിട നിക്ഷേപകരും വളരെ പ്രതികൂലമായി വിപണിയിൽ ഇടപെടുന്നു എന്നുള്ളതും ഒരു ആശങ്ക തന്നെയാണ്. എന്നാൽ ഈ ഒരു നിലവാരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സൂചന ലഭിച്ചാൽ മാത്രം മതി വിപണി ഈ ഒരു നിലവാരത്തിൽ നിന്നും പെട്ടെന്ന് ഒരു തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. 23,700 എന്നുള്ള നിലവാരമായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. 24,300 എന്നുള്ള നിലവാരം സാങ്കേതികമായ ഒരു പ്രതിരോധ നിലവാരവുമായും കണക്കാക്കുന്നു. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഒരു തുടർച്ചയായിട്ടുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ശരി, K. ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. ഇസ്രയേൽ-ഇറാൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഏകദേശം പൂർത്തിയായി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്താറായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള സാഹസം കാണിക്കാൻ മുതിർന്നാൽ രാജ്യം തന്നെ തുടച്ചു നീക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലിക സൈനിക നടപടിയായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ട്രംപ് ആവർത്തിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും US സംരക്ഷണയിലെ കപ്പലുകൾ ആക്രമിച്ചാൽ തിരിച്ചടി വലുതായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനിടെ ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. സൗദിയിലെ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ഡ്രോണുകൾ തകർത്തെന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു. ശീതകാല പച്ചക്കറിത്തോട്ടങ്ങളും വ്യത്യസ്ത തരം പഴവർഗ്ഗങ്ങളും പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കുകയാണ്. ഇടുക്കിയിലെ മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങളെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുകയാണ് ഇവിടം. സീസണായാൽ ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. മറയൂർ ചന്ദനം, മറയൂർ ശർക്കര, ശീതകാല പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെ
മറയൂരിനും കാന്തല്ലൂരിനും മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ നിരവധി. മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഇടം. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും വിളവെടുപ്പ് കാലമാണ് പ്രധാന വിനോദസഞ്ചാര സീസൺ. ഇപ്പോൾ അവധി ദിവസങ്ങളിലൊഴികെ സഞ്ചാരികളുടെ വരവ് കുറവാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ ആപ്പിൾ ഉൾപ്പെടെ ഫലവർഗ്ഗങ്ങൾ വിളവെടുക്കാറാകും. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് ഇച്ചിരി ആൾ കുറവ്, അല്ലെങ്കിൽ എന്നും ആൾ കാണുമായിരുന്നു. ഇപ്പോൾ സ്കൂൾ പരീക്ഷയൊക്കെ അല്ലേ, അപ്പം പരീക്ഷ കഴിഞ്ഞാൽ ആൾക്കാർ വരും. പിന്നെ ക്രിസ്മസ്, ഈസ്റ്റർ, പിന്നെ അവധിയുള്ള ദിവസങ്ങളെല്ലാം നല്ല തിരക്കായിരിക്കും. പച്ചക്കറി പാടങ്ങളുടെ വിദൂര കാഴ്ചയാണ് കാന്തല്ലൂരിന്റെ പ്രധാന ആകർഷണം. മുനിയറകളും ചന്ദനമരങ്ങളും, ശർക്കര നിർമ്മാണവും പുൽത്തൈലവും, അങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് മറയൂരിലും കാന്തല്ലൂരിലും ഉള്ളത്. അമൃത ന്യൂസ്, ഇടുക്കി. ഒരൊറ്റ മാവിൽ 35 ഇനം വ്യത്യസ്ത മാങ്ങകൾ വളർത്തിയെടുത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് കോതമംഗലം സ്വദേശി മത്തായി കുഞ്ഞ്. മൾട്ടിഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെയാണ് ഈ കൗതുകം സൃഷ്ടിച്ചത്. നോക്കാം ആ റിപ്പോർട്ട്. ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും സൂട്ടബിളായ സമയം മഴക്കാലമാണ്. അത് ലാസ്റ്റ് തന്നെ നമ്മൾ ഒന്നുകൂടി ബലപ്പെടുത്തി ചുറ്റി കെട്ടിയിട്ട് മിസ്റ്റ് ചേമ്പർ നമുക്കില്ലാത്ത കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കൂടിനകത്ത് കവർ അല്ലെങ്കിൽ നമ്മൾ സിപ്പപ്പിന്റെ കവർ എടുത്തിട്ട് ഇവ നമ്മൾ ഇതിനകത്ത് ഇട്ടും. ഇതെടുക്കാൻ ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ അതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കും. കോതമംഗലം പുതുപ്പാടി സ്വദേശി മത്തായി കുഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. വിരമിച്ച ശേഷം കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി തുടങ്ങി. ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൽ ഒരേ തരം മാങ്ങകളല്ല കായ്ച്ചു കിടക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാവിൽ നിന്ന് പലതരം മാങ്ങകൾ. മാവിൻ്റെ ഓരോ ശിഖരത്തിലും വ്യത്യസ്ത ഇനം മാങ്ങകൾ കുലകുത്തി കിടക്കുന്നത് മനോഹര കാഴ്ചയാണ്. മാവിൻ്റെ ഒരു കൊമ്പിൽ മൂവാണ്ടനാണെങ്കിൽ മറ്റേ കൊമ്പിൽ കൊളാബായിരിക്കും. ഇതേ രീതിയിൽ ചെറുതും വലുതുമായ നാടനും വിദേശിയുമെല്ലാം ഒറ്റ മാവിലാണ് വിസ്മയം തീർത്ത് വിളഞ്ഞു കിടക്കുന്നത്. ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകി കൃഷി ചെയ്യുന്ന കാർഷിക കുടുംബത്തിലാണ് മത്തായിക്കുഞ്ഞ് ജനിച്ചത്. കോവിഡ് കാലത്ത് യൂട്യൂബിൽ കണ്ടാണ് മൾട്ടി ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയതെന്ന് മത്തായിക്കുഞ്ഞ് പറഞ്ഞു. ആദ്യം ചെയ്ത് ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ഒരു പഞ്ചായത്തിന്റെ മുറ്റത്ത് നിന്ന് മാവിൽ 7 വെറൈറ്റി ചെയ്തുകൊണ്ടാണ് അത് വളരെ സക്സസ് ആയി. എൻ്റെ വീട്ടിൽ 2-3 മാവ് നിൽപ്പുണ്ട്. ആ മാവിൽ ഞാനൊരു പല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന 2 മാവുകളിലായിട്ട് നാടനും വിദേശിയുമായ പല വെറൈറ്റികൾ ഏകദേശം 35 ഇനങ്ങൾ വീതം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ അത് കാഴ്ച തുടങ്ങി. ഇപ്പോൾ ഈ വർഷം അത് 35 ഇനത്തിൽ 30 ഇനങ്ങൾ തന്നെ പൂത്ത് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. തായ്ലൻഡിന്റെ വെറൈറ്റികളുണ്ട്, നാടനുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, പേരറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതും ഒട്ടേറെ ഇനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മാവുകൾ കൂടാതെ റംബൂട്ടാൻ, അബിയു, കവുങ്ങ്, തെങ്ങ്, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും മത്തായിക്കുഞ്ഞിന്റെ കൃഷിയിടത്തിൽ ധാരാളമായി വളരുന്നുണ്ട്. മാവിൽ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് ആവശ്യക്കാർക്ക് തൈകൾ കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഇനങ്ങൾ വളർത്താൻ കഴിയുന്ന മൾട്ടിഗ്രാഫ്റ്റിംഗ് സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ചെയ്ത് കൃഷിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഈ കർഷകൻ. അമൃത ന്യൂസ്, കൊച്ചി. കേരള കോൺഗ്രസുകൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കടുത്തുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരാട്ടത്തിന് പലപ്പോഴും കടുത്തുരുത്തി വേദിയായിട്ടുമുണ്ട്. കേരള കോൺഗ്രസിന്റെ കരുത്തിൽ ഇടതു വലതു മുന്നണികൾ ഇവിടെ വിജയം നേടിയിട്ടുമുണ്ട്. ഇത്തവണയും കേരള കോൺഗ്രസുകൾ തമ്മിലാകും ഇവിടുത്തെ പ്രധാന പോരാട്ടം. കാണാം കടുത്തുരുത്തി മണ്ഡലത്തിലെ വിശേഷങ്ങൾ. 1957-60 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MC എബ്രഹാം കടുത്തുരുത്തിയിൽ നിന്നും വിജയിച്ചു. 82-87 തെരഞ്ഞെടുപ്പുകളിൽ LDF സ്വതന്ത്രനായി PC തോമസും വിജയിച്ചു. മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കടുത്തുരുത്തിയിലേത് കേരള കോൺഗ്രസുകളുടെ പോരാട്ട വിജയമായിരുന്നു. നിലവിലെ MLA മോൻസ് ജോസഫ് 2 തവണ LDF സ്ഥാനാർത്ഥിയായും 3 തവണ UDF സ്ഥാനാർത്ഥിയായും വിജയിച്ചു. ഏതായാലും മണ്ഡലം കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് UDFിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസുകളെ എന്നത് വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫിന് ലഭിച്ച ഭൂരിപക്ഷം 4256 ആയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് പ്രതിനിധി ഫ്രാൻസിസ് ജോർജിന് LDF സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് M പ്രതിനിധി തോമസ് ചാഴികാടനേക്കാൾ 11,474 വോട്ടുകളാണ് മണ്ഡലത്തിൽ കൂടുതലായി ലഭിച്ചത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ UDFിന് വ്യക്തമായ മേൽക്കൈ നേടാനായി. മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിൽ നിലവിൽ കടുത്തുരുത്തി, മുളക്കുളം, ഞീഴൂർ, മാഞ്ഞൂർ, ഉഴവൂർ, മരങ്ങാട്ടുപള്ളി, കാണക്കാരി പഞ്ചായത്തുകൾ UDFും, കുറവലങ്ങാട്, കടപ്പളമറ്റം, വെളിയന്നൂർ പഞ്ചായത്തുകൾ LDFും, കിടങ്ങൂർ പഞ്ചായത്തിൽ BJPയുമാണ് ഭരണം നടത്തുന്നത്. നിലവിലെ MLA മോൻസ് ജോസഫ് തന്നെയാവും ഇത്തവണയും UDF സ്ഥാനാർത്ഥി. 96 മുതൽ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ള മോൻസിന് ഇത് 7ാം ഊഴമാണ്.
LDFിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിലെ സക്രിയാസ് കുതിരവേലി, ജോസ് പുത്തൻകാല, നിർമ്മല ജിമ്മി, സിറിയക് ചാഴികാടൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. BJPക്ക് വേണ്ടി സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ്, സംസ്ഥാന കമ്മിറ്റി അംഗം PG ബിജുകുമാർ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. മണ്ഡലത്തിലെ വികസനത്തോട് ഇടത് സർക്കാർ മുഖം തിരിച്ചു എന്ന ആരോപണമാണ് UDF പ്രധാനമായും ഇവിടെ ഉയർത്തുന്നത്. അതേസമയം കടുത്തുരുത്തി ബൈപ്പാസ് അടക്കം നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. എന്നാൽ വികസനത്തിന് തടസ്സം MLA ആണെന്ന ആരോപണം LDF മുമ്പ് തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ഇവിടെ ചർച്ചയായി മാറും. അമൃത ന്യൂസ്, കോട്ടയം. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരി അന്തരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മൃതദേഹം രാവിലെ 10 മണിക്ക് മുടക്കുഴ ഐമുറിയിലെ വീട്ടിലെത്തിക്കും. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പെരുമ്പാവൂർ മലമുറി ശ്മശാനത്തിൽ സംസ്കരിക്കും. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്ന് ആവർത്തിച്ച് CC മുകുന്ദൻ MLA. CPI പ്രാദേശിക നേതാക്കളുമായി പ്രശ്നമുള്ളത് തന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് UDF സ്ഥാനാർത്ഥിത്വം ആകുന്നത്. ഗീതാ ഗോപി നാട്ടിക സ്വദേശി പോലുമല്ല, അവർ മുൻ BJPക്കാരിയാണ്. ഇന്നും കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ട്. BJPയുമായി സഹകരിക്കാൻ തനിക്ക് താല്പര്യമില്ല, പാർട്ടി അംഗത്തിൽ തുടരാനും താല്പര്യമില്ല. ഗീതാ ഗോപി സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയെന്നും CC മുകുന്ദൻ പറഞ്ഞു. UDFന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഉറയ്ക്കുകയാണ്. ഓരോ വികാരവും ഞാൻ പിന്നെ നമ്മളോട് പറയുകയും ചെയ്തു, ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാണ്ടായി. അപ്പം ആ അഭിപ്രായത്തോട് നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ബന്ധപ്പെട്ടിരുന്നോ നേതാക്കളാരെങ്കിലും? അല്ല, നേതാക്കന്മാരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കണ്ട ഒരു കുറ്റകാര്യം മാത്രമല്ല, ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അഭിപ്രായങ്ങളിൽ ക്രമേണ നിങ്ങളെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാണ്. ഈ മത്സരം ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനെതിരായിട്ടാണോ അതോ സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടോ? അല്ല, സംസ്ഥാന നേതൃത്വത്തിൽ പോകേണ്ടതില്ല, അതിൻ്റെ പ്രാദേശിക ആൾക്കാരുടെ ഇടപെടലാണ് ഇത്രയ്ക്ക് എത്തിച്ചത്. അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇന്നലെയും CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മുകുന്ദൻ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഒരിക്കലും മുകുന്ദനെ തള്ളി പറയാൻ, CC മുകുന്ദനെ തള്ളി പറയാൻ അവർ തയ്യാറാകുന്നില്ല പൂർണ്ണമായിട്ട്. അല്ല, അങ്ങനെ ഒരു പറയേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് പറയുന്നത് കേട്ട കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സൗദി അറേബ്യയിലുള്ള മുഴുവൻ ഇന്ത്യ പൗരന്മാരും പുതിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. പ്രാദേശിക അധികാരികളും എംബസിയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. നിലവിലെ റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും VFS ഉൾപ്പെടെയുള്ള അനുബന്ധ സേവനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോൺസുലർ ക്യാമ്പുകൾ പതിവ് പോലെ തുടരും. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ജിദ്ദയിൽ നിന്നും മദീനയിൽ നിന്നും ഇന്ത്യ, സൗദി വിമാന കമ്പനികൾ ഷെഡ്യൂൾ അനുസരിച്ച് സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാരെ സഹായിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളും എംബസി പുറത്തുവിട്ടിട്ടുണ്ട്. T20 ലോകകപ്പിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ പുതിയ പരിശീലകനെ നിയമിച്ച് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്. മുൻ ലോകകപ്പ് ജേതാവായ പരിശീലകൻ ഗാരി ക്രിസ്റ്റനാണ് ഇനി ശ്രീലങ്കൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. 2 വർഷത്തെ കരാറിലാണ് 58-കാരനായ ദക്ഷിണാഫ്രിക്കൻ മുൻ താരം ചുമതലയേൽക്കുന്നത്. സ്ഥാനമൊഴിഞ്ഞ സനത് ജയസൂര്യയ്ക്ക് പകരക്കാരനായാണ് ഇദ്ദേഹം എത്തുന്നത്. 2027 ഏകദിന ലോകകപ്പിനായി ശ്രീലങ്കൻ ടീമിനെ സജ്ജമാക്കുക എന്നതാണ് ക്രിസ്റ്റന്റെ പ്രധാന ലക്ഷ്യം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം അടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ ദിവസത്തെ സജീവമാക്കും എന്നാണ് കരുതുന്നത്. അത്തരം വാർത്തകളൊക്കെ ഉണ്ട്. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലെ വാർത്തകൾ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.